CPM എറണാകുളം ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനുള്ള ജില്ലാ കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിലാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നത്. S. സതീഷ്, TC ഷിബു, R. അനിൽകുമാർ, CB ദേവദർശൻ, PR മുരളീധരൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. ആസിഫ് മുഹമ്മദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആസിഫ്, ആരാകും എറണാകുളം ജില്ലയെ നയിക്കാനായി എത്തുക? തീർച്ചയായും എറണാകുളം CPM സംബന്ധിച്ചോളം പുതിയ ജില്ലാ സെക്രട്ടറി ആരെന്ന് ഇന്ന് അറിയാൻ കഴിയും. നമുക്കറിയാം CN മോഹൻ ആയിരുന്നു CPM എറണാകുളം ജില്ലാ സെക്രട്ടറിയായി സമ്മേളനകാലം തെരഞ്ഞെടുത്തത്. അതിനുശേഷം സംസ്ഥാന സമ്മേളനത്തിൽ CN മോഹനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്വാഭാവികമായുള്ള ഒഴിവ് വരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും കണ്ണൂരിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഇനി എറണാകുളം ജില്ലയിൽ ഇന്ന് ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിക്കുകയും ചെയ്യും. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഇപ്പോൾ CPMന്റെ സംസ്ഥാന സമിതി അംഗമായ S. സതീഷിന്റെ പേരടക്കം സജീവ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ യോഗ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിന്റെ അധ്യക്ഷതയിലാണ് ഈ ഒരു യോഗം തുറന്നുകൊണ്ട് ഇരിക്കുന്നത്. സതീഷിന്റെ പുറമെയുള്ള മറ്റ് പേരുകൾ പറയുകയാണെങ്കിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TC ഷിബു, അതുപോലെ തന്നെ R. അനിൽകുമാർ, CB ദേവദർശൻ, PR മുരളീധരൻ എന്നിവരുടെ പേരും സജീവ പരിഗണനയിലുണ്ട്. ഏതായാലും ഈ കർഷക തൊഴിലാളി യൂണിയൻ നേതാവായ TC ഷിബുവിൻ്റെ പേരടക്കം സജീവമായ ചർച്ചയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ മറ്റ് മേഖലയിൽ നിന്നുള്ള ആളുകൾ കൂടി, അതായത് പുതുമുഖം ആയ ആളുകൾ തന്നെ ആയിരിക്കും എന്താണ് ജില്ലാ സെക്രട്ടറി ആകുക എന്നുള്ള കാര്യം ഉറപ്പാണ്. സതീഷ് അടക്കം യുവജന വിദ്യാർത്ഥി രംഗങ്ങളിലെല്ലാം സജീവമായി ഇടപെടൽ നടത്തിയിരുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സതീഷിൻ്റെ പേര് പ്രധാനമായും ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നത്. ഏതായാലും വിശദമായ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും CPMന്റെ ജില്ലാ സെക്രട്ടറിയെ പ്രഖ്യാപിക്കുക. വിവിധ പേരുകളിൽ ധാരണയായിട്ടുണ്ടെങ്കിൽ പോലും എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇക്കാര്യം പുറത്തേക്ക് വിടും, അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ചർച്ച തുടരുകയാണ്. ഈ സമ്മേളന കാലത്ത് വന്ന ഒഴിവിൽ എന്തായാലും ഉടൻ തന്നെ ജില്ലാ സെക്രട്ടറിമാരെ നിയമിക്കും. ഈ സമ്മേളന കാലയളവിൽ വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചു എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഒരു കാലം തന്നെയാണ്. പക്ഷേ എറണാകുളം ജില്ലയെ ഭരിക്കാൻ ആര് വരും എന്ന് ചോദിക്കുമ്പോൾ എറണാകുളം ഒരു കാലത്ത് ഒരുപാട് വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെ നയിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഈ ഒരു സമ്മേളന കാലത്തോടു കൂടി പൂർണ്ണമായും വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിച്ച ഒരു കാലയളവാണ് ഇത് എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ VS പിണറായി പക്ഷങ്ങൾ തമ്മിലുണ്ടായിരുന്ന വലിയ വിഭാഗീയത ഉണ്ടായിരുന്ന കാലത്തിൽ വലിയ രീതിയിലുള്ള പോരടിച്ച ഒരു നാട് കൂടിയാണ് എറണാകുളം എന്ന് പറയുന്നത്. പക്ഷേ അതെല്ലാം ഒരു പഴയ കഥ മാത്രമായി മാറുകയും അങ്ങനെ ഒരു തരത്തിലുമുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളോ മറ്റോ ഇല്ലാതെ ഇപ്പോൾ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു പറയുന്ന പേരുകാരിൽ ആര് വന്നാലും അത് ഒരു കാരണവശാലും അതൊരു വിഭാഗീയ പ്രവർത്തനങ്ങളിലേക്കോ മറ്റോ പോകാനുള്ള ഒരു സാധ്യതയേ ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. അതൊക്കെ ഒരു പഴയ ചരിത്രമായോ മറ്റോ രേഖപ്പെടുത്തേണ്ട സാഹചര്യം മാത്രമാണുള്ളത്. ഈ പറയുന്ന പേരുകാരിൽ ആര് വന്നാൽ പോലും നിലവിൽ വിഭാഗീയതൊന്നുമില്ലാതെ തന്നെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ആളുകളാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ആ പേരുകൾ ഇപ്പോൾ സജീവമായ പരിഗണനയിലാണ്. S. സതീഷിൻ്റെ പേര് തന്നെ കൂടുതലായി ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചൂണ്ടിക്കാണിച്ച പോലുള്ള മറ്റ് പേരുകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. CPMനെ സംബന്ധിച്ചോളം അത് ഈ ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങളും കൃത്യമായ ചർച്ചകളും പൂർത്തിയാക്കി മാത്രമാണ് ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പേരുകൾ ഞാൻ ഒന്നും കൂടി സജീവമായ പരിഗണനയിലുള്ള പേരുകൾ നമുക്ക് ഒന്നുകൂടി സൂചിപ്പിച്ചു പോകാം. അതിൻ്റെ അപ്പുറത്തേക്കുള്ള പേരുകളും വരാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല എന്നുള്ളത് കൂടിയുണ്ട്. ഏതായാലും CN മോഹനന്റെ പിൻഗാമി ആരായിരിക്കും എന്ന് അല്പസമയത്തിനകം തന്നെ അറിയാനാകും. എന്തായാലും ജില്ലാ കമ്മിറ്റി യോഗം എറണാകുളത്ത് പുരോഗമിക്കുകയാണ്.